ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതുമേ സദാ. ഓം സം സരസ്വതിയെ നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് പറയുന്നത്. 2026 ഓഗസ്റ്റ് മാസം 16 തീയതി മുതൽ 22 തീയതി വരെയുള്ള അത്രയും ദിവസത്തെ 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. പരിഹാരത്തിന് അങ്ങനെ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വാരഫലത്തിലേക്ക് കടക്കാം. വാരഫലത്തിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ, ചെറിയ അലച്ചിൽ കൂടി നിൽക്കാനുള്ള സാധ്യതയും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ടിലോട്ട് എത്തിച്ചേരാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും ഒഫീഷ്യലി ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത മേടക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്നു ചേരാനുള്ള ദൈവാധീനം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നു. ഒഫീഷ്യലി നിങ്ങൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശത്രുസ്ഥാനം തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതാണ്. വളരെ നല്ല ദൈവാധീനമുള്ള സമയമാണ്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അശ്രദ്ധ നിമിത്തം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. യാത്രാ ക്ലേശം കൂടി നിൽക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ വാരം വളരെ അനുകൂലമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്ന ഇടവക്കൂർ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈര്യം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണം, പരിചയമില്ലാത്ത ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പുരോഗതി പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം. അതുപോലെ നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നു. ജോബ് സംബന്ധമായിട്ടുള്ള മാക്സിമം വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിലോട്ട് എത്തിച്ചേരാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം ചൊവ്വാഴ്ച വരെ നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്.
ഉമാമഹേശ്വര മന്ത്രം ജപിക്കുക. ശിവഭഗവാനെ പാർവതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരത്തിൽ പൂർണ്ണമായ മിതത്വഭാവം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് അലസത കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ശത്രു തടസ്സം അല്പം കൂടി നിൽക്കാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാഴ്ചിലവ് ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതിന്റെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാകും. ആരോഗ്യ സംബന്ധമായി ചെറിയ തലവേദനയ്ക്കുണ്ടാവുന്ന അങ്ങനെയുള്ള അസ്വസ്ഥത, അതുപോലെ കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, യാത്രാക്ലേശം കൂടി നിൽക്കാനുള്ള സാധ്യത, ഓവറായിട്ടുള്ള ക്ഷീണം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കല, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ട് തന്നെയാണ് കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ചെറിയ അലസത, തടസ്സം, അങ്ങനെയുള്ള തടസ്സം കുറച്ച് ഒരല്പം കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മടി കൂടി നിൽക്കാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ, വിദ്യാർത്ഥികൾ സരസ്വതി ദേവിയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വരുന്ന വാരം വളരെ അനുകൂലമായിരിക്കും. ശത്രു തടസ്സം മാറി നിൽക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഒഫീഷ്യലി വളരെ അനുകൂല സ്ഥാനം തന്നെയാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാകും ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലിയിൽ ചെറിയ തടസ്സം, ആശയക്കുഴപ്പങ്ങൾ, അങ്ങനെയുള്ള കൺഫ്യൂഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ രീതിയിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത, ഭാഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും 3 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാകും. അതുപോലെ തന്നെ ജോലിയിൽ നിങ്ങൾ പെൻഡിങ് ഉള്ള വർക്കുകൾ അത് ചെയ്തു തീർക്കാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ
അനുകൂലമായിട്ടുള്ള ഒരു വാരം. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനവും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമാകും. കുടുംബത്തെ ദമ്പതികൾക്കിടയിൽ വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗണപതി മന്ത്രം, വിഘ്നേശ്വര മന്ത്രം ജപിക്കേണ്ടതും വളരെ അനിവാര്യമാണ്. ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്ത ജംഭൂബല സാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം ഗം ഗണപതി നമഃ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ഒഫീഷ്യലി വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തീർക്കാനുള്ള നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്തെ ദമ്പതികൾക്കിടയിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് വളരെ അനുകൂലമായിട്ടുള്ള സമയം. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷനും വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പക്ഷെ പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ലൊരു വാരം. പക്ഷെ യാത്രാക്ലേശം കൂടി നിൽക്കാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പർ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ധനപരമായിട്ട് അങ്ങനെ കടം കൊടുക്കുന്നത് വഴി നഷ്ടം ഉണ്ടാകാൻ ഉടലെടുക്കാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അലസത കൂടി നിൽക്കാനുള്ള സാധ്യത ഉള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അത് ഒഴിവാക്കുക. സരസ്വതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാരമാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ നീക്കങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിനോടോ അതുപോലെ തന്നെ ഫ്രണ്ട് സർക്കിൾസിനോടോ പറയാതെ ഇരിക്കുക. പേഴ്സണൽ നീക്കം പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന് തടസ്സം നേരിടാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. വിഘ്നേശ്വര ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ജോലിയിൽ ഒഫീഷ്യലി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയമാണ്. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ വാരം അത്ര അനുകൂലമാവില്ല.
പ്രോപ്പർ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ വെൽ പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാകും. കാര്യമായ ബന്ധം വന്നു ചേരാനുള്ള ദൈവാധീനം ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാൽമുട്ടിന് അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ തലയ്ക്കുണ്ടാകുന്ന ഓവറായിട്ടുള്ള സ്ട്രെയിൻ, അങ്ങനെയുള്ള വേദന പോലുള്ള കാര്യങ്ങൾ, ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അലസത ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. ഇത്രയുമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം കാണിക്കുന്നത്. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് വീടിന്റെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമായിരിക്കും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ധനുക്കൂർ നക്ഷത്രക്കാർക്കും കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു വാരമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പാഴ്ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല ദൈവാധീനമുള്ള സമയം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ശനീശ്വര മന്ത്രം ജപിക്കുക. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. മകരക്കൂർ നക്ഷത്രക്കാര് മാത്രമല്ല, എല്ലാവരും ശനീശ്വര മന്ത്രം ജപിക്കേണ്ടത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുക. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം മാറി നിൽക്കുന്നതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഒഫീഷ്യലി നിങ്ങൾക്ക് പെൻഡിംഗ് ഉള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തീർക്കാനുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല ഒരു വാരം. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഈ ഒരു വാരം നേരിടാനുള്ള സാധ്യതയുണ്ട്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പാർവതി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്കും ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഒഫീഷ്യലി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. പെൻഡിംഗ് ഉള്ള വർക്കുകളൊക്കെ ചെയ്തു തീർക്കാൻ ഉള്ള ദൈവാധീനം, അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ദൈവാധീനവും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ശത്രുസ്ഥാനം, ശത്രു തടസ്സം തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷന് നല്ല വാരം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത, അത് അവരുടെ വർക്ക് ഔട്ട്പുട്ടിനെ ചെറിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പക്ഷെ ഒഫീഷ്യലി ചെറിയ സ്ട്രെസ്, ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമാണ്. ആരോഗ്യ സംബന്ധമായി നയന സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത,
അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ക്ഷീണം തോന്നാനുള്ള സാധ്യതയും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അശ്രദ്ധ ഒഴിവാക്കി മുൻപോട്ട് പോകേണ്ടതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം മീനക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരം. വിദ്യാർത്ഥികൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത് തികച്ചും സൗജന്യപരമാണ്. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.